നമുക്കൊന്ന് എളുപ്പത്തിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഒരു ചീനിച്ചട്ടിയിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി ചോപ്പ് ചെയ്തിടുക. ഇനി എരിവിനാവശ്യമായ 4-5 പച്ചമുളക് കൂടി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം ഒരു വലിയ സവാള കൊത്തിയരിഞ്ഞത് അതിലേക്കിടാം. അതിനുശേഷം 2 തണ്ട് കറിവേപ്പിലയും 1 ക്യാരറ്റ് അതുപോലെ തന്നെ കൊത്തിയരിഞ്ഞതും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയം വേണമെങ്കിൽ പച്ച വട്ടാണ, അതായത് പച്ച ഗ്രീൻ പീസ് കൂടി ഇട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. ഞാൻ ഗ്രീൻ പീസ് ഇട്ടിട്ടില്ല. അതിനുശേഷം ഇതുപോലെ കുറച്ച് പാകത്തിന് ഉപ്പുമിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ എല്ലാം ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇടുന്നത് റോസ്റ്റഡ് സേമിയ 1 കപ്പാണ്. റോസ്റ്റഡ് അല്ല എങ്കിൽ നേരത്തെ തന്നെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം പച്ചക്കറികൾ വഴറ്റുക. എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് 2 കപ്പ് ചൂടുവെള്ളമാണ്. ഗ്യാസ് സിമ്മിലേക്ക് വെച്ചതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ വെള്ളം തിളച്ച് പുറത്തു വീഴാൻ സാധ്യതയുണ്ട്. ഗ്യാസ് സിമ്മാക്കി വെച്ചതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് 5 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ രുചികരമായ സേമിയ ഉപ്പുമാവ് റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിനോടൊപ്പം നാളികേരം ചേർത്ത് ഇളക്കിയതിന് ശേഷവും കഴിക്കാവുന്നതാണ്. ഇതിന് കറി ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു. എളുപ്പത്തിലും ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്.